നമസ്കാരം, STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ഇടതുപക്ഷ സർക്കാരിനെതിരെ ശക്തമായ ജനവികാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് VK ശ്രീകണ്ഠൻ MP. പാലക്കാട് ജില്ലയിൽ UDF ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കുമെന്നും MP. ഷൊർണൂർ നഗരസഭയിൽ കോൺഗ്രസ് ഭരണത്തിലേറുമെന്നും VK ശ്രീകണ്ഠൻ. തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഷൊർണൂർ നഗരസഭയിലേക്ക് സ്ഥാനാർത്ഥികൾ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധന നടപടികൾ പൂർത്തീകരിച്ചു. 157 നാമനിർദ്ദേശ പത്രികകളിൽ ഒന്നുപോലും തള്ളിയിട്ടില്ലെന്ന് റിട്ടേണിംഗ് ഓഫീസർ. പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം നവംബർ 24 വൈകുന്നേരം 3 വരെ. സ്കൂൾ പാചക തൊഴിലാളികൾക്കുള്ള സർക്കാരിൻ്റെ 50 രൂപ വേതന വർധനവ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീചവും ഹീനവുമായ പ്രവൃത്തിയെന്ന് മുൻ മനുഷ്യാവകാശ പ്രവർത്തകൻ വിളയോടി വേണുഗോപാൽ. ഉമ്മൻചാണ്ടി സർക്കാർ അനുവദിച്ച വേതന വർധനയിലൂടെ തൊഴിലാളികൾക്ക് സംഭവിച്ചത് ലക്ഷങ്ങളുടെ നഷ്ടങ്ങൾ. സർക്കാരിൻ്റെ നെറുകേടുകൾക്കെതിരെ പൊതുസമൂഹം പാചക തൊഴിലാളികൾക്കൊപ്പം പ്രതികരിക്കണമെന്നും വിളയോടി വേണുഗോപാൽ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഇടതുപക്ഷ സർക്കാരിനെതിരെ ശക്തമായ ജനവികാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. പാലക്കാട് ജില്ലയിൽ UDF ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കും. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ് ഭരണത്തിലേറുമെന്നും VK ശ്രീകണ്ഠൻ MP ഷൊർണൂരിൽ STVയോട് പറഞ്ഞു. ജില്ലയിൽ ശക്തമായ പോരാട്ടം നടക്കുമെന്നും ഇടതുപക്ഷ സർക്കാരിനെതിരായ ശക്തമായ ജനവികാരം പ്രതിഫലിക്കുമെന്നും VK ശ്രീകണ്ഠൻ പറഞ്ഞു. ജില്ലയിൽ കനത്ത പോരാട്ടം നടക്കും. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ CPM വിജയിച്ച പല പഞ്ചായത്തുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDF വിജയിക്കും. ജനഹിതം അതാണ്, ജനവികാരം അതാണ്. ഈ ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായ ജനവികാരമാണ് UDFന് അനുകൂലമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. വികസന കാര്യങ്ങളിലൊക്കെ വളരെ പുറകോട്ട് നിൽക്കുന്ന, പദ്ധതി വിഹിതം പോലും കൊടുക്കാത്ത, വികസനം മുരടിപ്പുണ്ടായ ഓരോ ഗ്രാമപ്രദേശങ്ങളും ഉണരുകയാണ്. നിലവിലെ ഭരണസമിതിക്കെതിരെ ശക്തമായ ജനവികാരം ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലും ഉണ്ടാകും. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇത്തവണ ഭരണത്തിലേറുമെന്നും MP പറഞ്ഞു. ഷൊർണൂർ നഗരസഭയുടെ വികസന സാധ്യതകളെല്ലാം തകർന്നു. വെറും സങ്കുചിത രാഷ്ട്രീയ നിലപാടുമായിട്ട് പോയ CPMൻ്റെ ഭരണത്തിനെതിരായ ശക്തമായ വികാരം. അതുകൊണ്ട് ഷൊർണൂർ നഗരസഭയിൽ ഇത്തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നേതൃത്വത്തിലുള്ള വലിയ മുന്നേറ്റം ഉണ്ടാവും. ഈ കഴിഞ്ഞ 15 കാലത്തെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് CPMനെ പുറന്തള്ളി കോൺഗ്രസിന് നേതൃത്വത്തിലുള്ള ഭരണസമിതി വരും. ന്യൂസ് സെന്റർ ഷൊർണൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലേക്കുള്ള മത്സരിക്കാൻ സ്ഥാനാർത്ഥികൾ സമർപ്പിച്ച നാമനിർദ്ദേശക പത്രിക സൂക്ഷ്മ പരിശോധന നടപടിക്രമങ്ങൾ ശനിയാഴ്ച പൂർത്തിയായി. റിട്ടേണിംഗ് ഓഫീസർ സിജു തോമസ്, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു സൂക്ഷ്മ പരിശോധന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. ആകെ 157 പത്രികകളാണ് സ്വീകരിച്ചത്. ഇതിൽ ഒരു പത്രികയും തള്ളിയിട്ടില്ലെന്ന് റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞു. 24 തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3 വരെയാണ് സ്ഥാനാർത്ഥികൾക്ക് പത്രിക പിൻവലിക്കാനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത്. സ്കൂൾ പാചക തൊഴിലാളികൾക്കുള്ള സർക്കാരിൻ്റെ 50 രൂപ വേതന വർധനവ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീചവും ഹീനവുമായ പ്രവൃത്തിയെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ വിളയോടി വേണുഗോപാലൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാർ അനുവദിച്ച വേതന വർധനവിലൂടെ തൊഴിലാളികൾക്ക് സംഭവിച്ചത് ലക്ഷങ്ങളുടെ നഷ്ടമാണെന്നും സർക്കാരിൻ്റെ നെറുകേടുകൾക്കെതിരെ പൊതുസമൂഹം പാചക തൊഴിലാളികൾക്കൊപ്പം പ്രതികരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പാചക തൊഴിലാളി യൂണിയൻ പാലക്കാട് കളക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വിളയോടി വേണുഗോപാൽ. സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ HMS കളക്ട്രേറ്റിലേക്ക് സംഘടിപ്പിച്ച മാർച്ചും ധർണയും വിളയോടി ഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഈ ചതിയും വഞ്ചനയും നീതി നിഷേധവും ശക്തമായി പ്രതിഷേധിക്കണം. അതുകൊണ്ട് ഇത്തരം അടവ് നയങ്ങളും ഗൂഢാലോചനകളും പാചക തൊഴിലാളികളോട് ചെയ്യുന്ന പ്രവൃത്തി ഒരിക്കലും ശരിയല്ല എന്ന് കേരളത്തിലെ പൗരസമൂഹം വളരെ ഗൗരവമായി ചിന്തിക്കണം. അത് HMSന്റെ നിയന്ത്രണത്തിലുള്ള പാചക തൊഴിലാളികൾക്ക് മാത്രമല്ല, ഈ അവകാശങ്ങളും ഈ പോരാട്ടങ്ങളും കേരളത്തിലെ മുഴുവൻ CITU ആണെങ്കിലും INDC ആണെങ്കിലും BMS ആണെങ്കിലും ഇനി STU ആണെങ്കിലും അതിലൊക്കെ വിശ്വസിക്കുന്ന എല്ലാ പാചക തൊഴിലാളികളുടെയും മൗലിക അവകാശമാണ്. ഭരണഘടന അനുശാസിക്കുന്ന അവകാശമാണ്. മിനിമം വേജ്, അതുപോലെ തന്നെ ആരോഗ്യ സുരക്ഷാ പദ്ധതികൾ, മറ്റ് ക്ഷേമ പദ്ധതികൾ മുഴുവൻ നടപ്പാക്കുമെന്ന് പറഞ്ഞ പ്രത്യേകിച്ച് കേരളത്തിലെ സർക്കാർ പാചക തൊഴിലാളികളോട് ചെയ്യുന്ന ഈ വലിയ വഞ്ചനയും ചതിയും നീതി നിഷേധവും നക്കാപ്പിച്ച കാശും കൊടുത്ത് ഏമാത്തുവാനുള്ള പറ്റിക്കുവാനുള്ള ഈ അടവ് നയത്തെ ഞങ്ങൾ
പ്രതിഷേധിക്കുന്നു പ്രതിഷേധിക്കുന്നു പ്രതിഷേധ മാർച്ചും പ്രതിഷേധ സത്യാഗ്രഹവും ഉദ്ഘാടനം ചെയ്തതായി രാഷ്ട്രീയ പാർട്ടികൾ, സാമൂഹ്യ സംഘടനകൾ, മനുഷ്യാവകാശ സംഘടനകളെല്ലാം വളരെ ഗൗരവമായി വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളാണ്. വോട്ട് തട്ടിപ്പിന് വേണ്ടി വലിയൊരു തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ്. വോട്ട് തട്ടിപ്പിന് വേണ്ടി 50 രൂപ കൂട്ടിക്കൊടുക്കുക, 50 രൂപ കൂട്ടിക്കൊടുക്കുക. ഈ 10 വർഷമായിട്ട് 675 രൂപയാണ് UDF സർക്കാർ അന്ന് പ്രഖ്യാപിച്ചത്. ആ 675 രൂപയിൽ 75 രൂപ ഇവർ പിടിക്കുകയാണ്. ആ പിടിച്ചത് കണക്കാക്കുമ്പോൾ ഓരോ തൊഴിലാളിക്കും 3,75,000 രൂപ ഈ സർക്കാർ കൊടുക്കാനുള്ളത് പിടിച്ചു വെച്ച് വഞ്ചിക്കുന്ന സർക്കാരാണ്. ഇപ്പൊ 50 രൂപ വോട്ട് ബാങ്കിന് വേണ്ടി തൊഴിലാളികളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി, ഇവിടെ അധ്യക്ഷ സൂചിപ്പിച്ച പോലെ, സുധാ സുബ്രഹ്മണ്യൻ സൂചിപ്പിച്ച പോലെ, എന്താണ് അപ്പക്കഷങ്ങൾ, എല്ലും കഷങ്ങൾ പോലുള്ള തന്ത്രങ്ങൾ, അടവ് നയങ്ങൾ, ഈ പാചക തൊഴിലാളികൾ അടിമകളല്ല, ഞങ്ങൾ തിരിച്ചറിവുള്ളവരാണ് എന്ന് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടുകൂടി ഇവരുടെ ഈ വഞ്ചനയും ഈ ചതിയും ഞങ്ങളെപ്പോലുള്ളവരെ തിരിച്ചറിയുമെന്ന് ഈ സർക്കാരിനോട് ഇവിടെ പ്രതിഷേധിക്കാനാണ്, ഗൗരവമായി പ്രതിഷേധിക്കാനാണ് സ്കൂൾ പാചക തൊഴിലാളി സംഘടന ഇവിടെ ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ രാജ്യത്തെ പാചക തൊഴിലാളികളോട് തൊഴിലാളി വർഗ സർക്കാരാണ് എന്ന് മേനി നടിച്ച ഇടതു സർക്കാർ കൊടും വഞ്ചനയാണ് തൊഴിലാളി സമൂഹത്തോടെ കാണിച്ചത്. 100 രൂപയായിരുന്ന പാചക തൊഴിലാളികളുടെ വേതനം 450 രൂപയായി വർദ്ധിപ്പിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. കഴിഞ്ഞ 10 വർഷമായി ഭരിക്കുന്ന സർക്കാർ വേതന വർധനവും മറ്റ് ആനുകൂല്യങ്ങളും നടപ്പാക്കിയില്ലെന്ന് മാത്രമല്ല, വേതനം കവർന്നെടുക്കുകയും ചെയ്തു. വേതനം കവർന്നെടുത്തതിലൂടെ തൊഴിലാളികൾക്ക് 40,000 മുതൽ 1 ലക്ഷം വരെ നഷ്ടമായി. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ നൽകിയ 50 രൂപയുടെ വർധനവ് കള്ളവഞ്ചനയാണെന്നും വിളയോടി ഗോപാൽ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് സുമിത ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. KS ജോഷി, TP പാഞ്ചാലി, PM ഷംസുദ്ദീൻ, നൂർജഹാൻ, അബ്ദുൾ റഹ്മാൻ, സുധാ ചിറ്റൂർ, ഷൈനി പ്രദീപ്, സലീല ഗോപി, G ഷാനവാസ്, തങ്കം വേങ്ങോടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സീനിയർ സിറ്റിസന്റെ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി പാർലമെന്റിൽ വീണ്ടും വിഷയം ഉന്നയിക്കുമെന്ന് VK ശ്രീകണ്ഠൻ MP. കേരള സീനിയർ സിറ്റിസൺ ഫോറം 19ാമത് പാലക്കാട് ജില്ലാ സമ്മേളനം ഷൊർണൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. രാജ്യത്തിൻ്റെ സമ്പദ്ഘടനാ വളർച്ചയിൽ സീനിയർ സിറ്റിസന്റെ പങ്ക് വലുതാണെന്നും MP പറഞ്ഞു. സംഘടനയുടെ ഐക്യം തുറന്നുപോയാൽ ഒരു സർക്കാരിനും അവഗണിക്കാൻ കഴിയില്ലെന്നും സംഘടനാ പ്രവർത്തനം ചെറുതല്ലെന്നും VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. സീനിയർ സിറ്റിസന്റെ യാത്രാ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം ഡിസംബറിൽ ചേരുന്ന പാർലമെന്റിൽ താൻ പ്രധാനമായും ഉന്നയിക്കുമെന്നും VK ശ്രീകണ്ഠൻ കൂട്ടിച്ചേർത്തു. ഈ പാർലമെന്റ് സമ്മേളനത്തിലും ഞാൻ ഏറ്റവും ആദ്യം ആവശ്യപ്പെടാൻ പോകുന്നത് സീനിയർ സിറ്റിസൺസിന്റെ ആനുകൂല്യം പുനഃസ്ഥാപിക്കുക. കാരണം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക, കേട്ടൂന്നും നടിക്കുന്നില്ല, പക്ഷേ നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുക. മറ്റ് പല MP-മാരും ആവശ്യപ്പെടുന്നു, ഞാൻ മാത്രമല്ല കേട്ടോ, പല MP-മാരും ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ എല്ലാ സെഷനിലും ഇത് ആവശ്യപ്പെടുന്ന ഒരു വ്യക്തി ഞാനാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ യാത്രയും നിങ്ങളുടെ ഇളവുകളും പുനഃസ്ഥാപിക്കേണ്ടത് വലിയ ഒരു ഉത്തരവാദിത്വം സർക്കാരിന്. എന്താ കാരണം, നിങ്ങളുടെ വിവിധ തുറകളിൽ ജീവിതത്തിൽ സാമൂഹ്യ സേവനം ചെയ്തവർ, സർക്കാർ ജോലിക്കാരല്ലെങ്കിലും അർദ്ധ സർക്കാർ ജോലി അല്ലെങ്കിലും പ്രൈവറ്റ് ജോലിയാണെങ്കിലും അടുത്ത തലമുറയെ വാർത്തെടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചവരാണ് നിങ്ങൾ ഓരോരുത്തരും, അല്ലേ? ഷൊർണൂർ ബസ് സ്റ്റാൻഡിലുള്ള അയ്യങ്കാളി ഹാളിൽ വെച്ചായിരുന്നു കേരള സീനിയർ സിറ്റിസൺ ഫോറം 19ാമത് പാലക്കാട് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചത്. പ്രസിഡന്റ് M രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ MK ജയപ്രകാശ് വിശിഷ്ടാതിഥിയായിരുന്നു. സെക്രട്ടറി TN ശ്രീനിവാസൻ പ്രവർത്തന റിപ്പോർട്ടും ഗജാഞ്ചി സന്തോഷ് കുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഉദുമാൻ, CP ബാലകൃഷ്ണൻ, പ്രൊഫസർ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ചർച്ചയും ഉണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. രചനകൾ അനുഭവ ആസ്വാദ്യമാകുന്നത് ആശയം കൊണ്ടും അവതരണം കൊണ്ടുമാണെന്ന് ഡോക്ടർ പാർവതി വാര്യർ. പാലക്കാട് പബ്ലിക് ലൈബ്രറി പ്ലാറ്റിനം ജൂബിലി പുരസ്കാര വിതരണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. നവാഗതരായ എഴുത്തുകാരെയും പരിചയസമ്പന്നരല്ലാത്തവരെയും അവഗണിക്കാനും ഒഴിവാക്കാനുമുള്ള വ്യഗ്രതയ്ക്ക് സാഹിത്യലോകത്ത് വേഗത കൂടുതലുണ്ട്. നവാഗതരായവരെ കൂടി ഉൾക്കൊള്ളേണ്ടതാണ് സാഹിത്യലോകം. കാഴ്ചയും അനുഭവവും ഭാവനയും സമന്വയിപ്പിക്കുന്ന എഴുത്തുകാർക്ക് സ്വീകാര്യതയുണ്ടാകും. നിലപാടുകളിലും പ്രതികരണങ്ങളിലും മൂല്യചോഷണം സംഭവിച്ചിട്ടുണ്ട്. സാഹിത്യത്തിൻ്റെ സത്ത നിലനിർത്താൻ നവാഗതരെന്ന വ്യത്യാസമില്ലാതെ ഒരുമിച്ച് ചേരണമെന്നും ഡോക്ടർ പാർവതി വാര്യർ പറഞ്ഞു. പ്രൊഫസർ PK ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അങ്ങനെ ആശയങ്ങളുള്ള കഥകൾ നമ്മുടെ പ്രമിസസിൽ ഊന്നി ഉറപ്പിച്ചുകൊണ്ടാണ്
ഇദ്ദേഹം സ്ഥലരാശിയിൽ നിർത്തിക്കൊണ്ടാണ് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ നടത്തുന്നത്. അങ്ങനെ 35 കഥകൾ. അതിൻ്റെ പിന്നെ വേറെ ഒരു ഇതാണ് ഈ ശിലാലിഖിതങ്ങൾ എന്ന് പറഞ്ഞിട്ട്, അത് കരക്കാരത്തിനോട് ഞാനിപ്പോൾ പറയാൻ, ഞാൻ അത് ഒരിക്കൽ ടെലിഫിലിം ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ തിരക്കഥ എഴുതൽ എളുപ്പമല്ല. ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലുള്ള ഒരു കഥയാണ്. ലാസറും മർക്കോസുമാണ് മക്കൾ. അച്ഛൻ ഇതേവരെ ചെരുപ്പിട്ടിട്ടില്ല. പക്ഷെ അദ്ദേഹം മരിച്ച് ശവപ്പെട്ടിയിൽ ആക്കുന്ന സമയത്താണ് കഥ തുടങ്ങുന്നത്. അപ്പോൾ ഇതേവരെ ചുട്ടുകൊള്ളുന്ന പാറപ്പുറത്തെ കൂടെയും മനുഷ്യൻ നടക്കുമ്പോഴും ചെരുപ്പ് അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല. നോവലിസ്റ്റ് ജോർജ് ദാസ്, സെക്രട്ടറി TS പീറ്റർ, ഡോക്ടർ PC എലിയാമ്മ, ഡോക്ടർ U ജയപ്രകാശ്, V രവീന്ദ്രൻ, അഡ്വക്കേറ്റ് നൈസ് മാത്യു, MS ദാസ് മാട്ടുമന്ത, ശരത് പാലാട്ട്, കണ്ടമത്തു കന്യമാരി, O വിജയൻ മാസ്റ്റർ, ദേവി പ്രസാദ് പീഡിയക്കൽ, MV ഉണ്ണികൃഷ്ണൻ, സന്തോഷ് കൊയിലാത്ത് എന്നിവർ സംസാരിച്ചു. ഇന്ദുചൂടൻ കിഴക്കേടത്തിൻ്റെ തെരഞ്ഞെടുത്ത കഥകൾ, PM ഷൺമുദാസിൻ്റെ വർഗവഞ്ചക പുരാണം എന്നിവയാണ് പുരസ്കാരത്തിന് അർഹമായത്. രചയിതാക്കൾ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുളപ്പള്ളി വിഷ്ണു ആയുർവേദ കോളേജിലെ NSS യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ലഹരിവിരുദ്ധ റോഡ് സുരക്ഷയെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഷൊർണൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബിനു ക്ലാസ് എടുത്തു. കുളപ്പള്ളി വിഷ്ണു ആയുർവേദ കോളേജിലെ NSS യൂണിറ്റിന്റെയും ആന്റി റാഗിംഗ് യൂണിറ്റ് കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് വിദ്യാർത്ഥികൾക്കായി ലഹരിവിരുദ്ധ റോഡ് സുരക്ഷയെക്കുറിച്ച് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത്. ഷൊർണൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബിനു ക്ലാസ് എടുത്തു. മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ടാവും കരുതുക. ആ ജംഗ്ഷനിൽ കുറെ സിഗ്നൽ കാണില്ലേ? ഏതൊക്കെ നിറം അവിടെ ഉണ്ടാവും? പച്ച, മഞ്ഞ, ചുവപ്പ്. മഞ്ഞയാണോ? ഓറഞ്ച് ആണോ? ആപ്പിൾ ആണോ? ഞാൻ മഞ്ഞ എന്നും പറയില്ല, ഓറഞ്ച് എന്നും പറയില്ല. മഞ്ഞ എന്ന് പറയുന്നവരോട് ഉറപ്പുള്ളവരൊന്ന് കൈപൊക്കിക്കേ. ആരുമില്ല, പറഞ്ഞവരുമില്ല. ഇപ്പം ഓറഞ്ച് എന്ന് പറഞ്ഞൊന്ന് കൈപൊക്കിക്കേ. ഒരാളുണ്ട്, 2-3 പേരുണ്ട്. യഥാർത്ഥത്തിൽ ആ നിറത്തിന് പറയുന്ന പേര് ഇത് രണ്ടുമല്ല. നമ്മുടെ സൗകര്യത്തിൽ നമ്മളിതിന് മഞ്ഞ എന്നും ഓറഞ്ച് എന്നും പറയുകയാണ്. ഡോക്ടർ ശ്രീനാഥ്, ഡോക്ടർ രാകേഷ് എന്നിവർ സംസാരിച്ചു. നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചുനങ്ങാട് തെക്കേക്കാവ് വെള്ളിയാഴ്ച വേലമഹോത്സവം ഭക്തിസാന്ദ്രമായി. നിരവധി ഭക്തർ വേലമഹോത്സവത്തിന്റെ ഭാഗമായി പങ്കെടുത്തു. ചരമം. ഷൊർണൂർ മുതലിയാർ തെരുവിൽ അണക്കത്തള വളപ്പിൽ മുനീശ്വരൻ കോവിലിനു സമീപം താമസിക്കുന്ന പഴനിയമ്മാൾ നിര്യാതയായി. 76 വയസ്സായിരുന്നു. ഭർത്താവ് അറുമുഖൻ, മക്കൾ കൃഷ്ണകുമാർ, അമുത, മരുമക്കൾ പ്രീതി, ശരവണൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടതുപക്ഷ സർക്കാരിനെതിരെ ശക്തമായ ജനവികാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് VK ശ്രീകണ്ഠൻ MP. പാലക്കാട് ജില്ലയിൽ UDF ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കുമെന്നും MP. ഷൊർണൂർ നഗരസഭയിൽ കോൺഗ്രസ് ഭരണത്തിലേറുമെന്നും VK ശ്രീകണ്ഠൻ. തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഷൊർണൂർ നഗരസഭയിലേക്ക് സ്ഥാനാർത്ഥികൾ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധന നടപടികൾ പൂർത്തീകരിച്ചു. 157 നാമനിർദ്ദേശ പത്രികകളിൽ ഒന്നുപോലും തള്ളിയിട്ടില്ലെന്ന് റിട്ടേണിംഗ് ഓഫീസർ. പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം നവംബർ 24 വൈകുന്നേരം 3 വരെ. സ്കൂൾ പാചക തൊഴിലാളികൾക്കുള്ള സർക്കാരിൻ്റെ 50 രൂപ വേതന വർധനവ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീചവും ഹീനവുമായ പ്രവൃത്തിയെന്ന് മുൻ മനുഷ്യാവകാശ പ്രവർത്തകൻ വിളയോടി വേണുഗോപാൽ. ഉമ്മൻചാണ്ടി സർക്കാർ അനുവദിച്ച വേതന വർധനയിലൂടെ തൊഴിലാളികൾക്ക് സംഭവിച്ചത് ലക്ഷങ്ങളുടെ നഷ്ടങ്ങൾ. സർക്കാരിൻ്റെ നെറുകേടുകൾക്കെതിരെ പൊതുസമൂഹം പാചക തൊഴിലാളികൾക്കൊപ്പം പ്രതികരിക്കണമെന്നും വിളയോടി വേണുഗോപാൽ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപ്തി. നന്ദി, നമസ്കാരം.